ആ വിശ്വം, പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. നമ്മുടെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു. ഒന്നും ആയിട്ടില്ല, ഇന്നും നാളെ ഒക്കെ ആയിട്ടേ ആവും. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷന്. നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കൊഴിയും. വിശ്വം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. KGR നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? ആ, അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതുമുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻ റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നു. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല എന്ന് വെച്ച് എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണ്. സാറിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കില്ല. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്. അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. നമസ്കാരം. കൊട്ടാരം പോലത്തെ വീട്. അയ്യോ, മനസ്സിലേ. ഡയറി ഡയറി സൂക്ഷിച്ച്. മുണ്ട് ചെരുപ്പ്. വരൂ മാഡം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അയ്യോ, AC. നിലവിളക്ക് നിലവിളക്ക്. അപ്പുറത്ത് 2 ബെഡ്റൂം കൂടി ഉണ്ട്. മനസ്സിലെ TV. അത് ടോയ്ലറ്റ് ആണ്. എവിടെ? ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതെ അതെ. ഇതെന്താ? ഇത് വെള്ളം ചൂടാക്കാനുള്ളതാ. ഇവിടെ കാപ്പി ഇടുന്നത്? അല്ലല്ല. ഇത് മീൻ വളർത്താനുള്ളതാ? ഇല്ല, ഇത് ബാത്തിടപ്പാ, കുളിക്കാനുള്ളതാ. ഹലോ, ഈ ഷവറ കുളിക്കാനുള്ളതാ. എന്താ ഇത്? ഞാനേ മുഖം ഒന്ന് എഴുതിയതാ. ഗോപിയേട്ടൻ എല്ലാ റൂമും കണ്ടോ? ഹലോ ഹലോ, ഇതിൽ STD ഉണ്ടോ? ഇപ്പോഴില്ല, ഉടൻ തന്നെ കണക്ട് ചെയ്യും. അവിടെ തന്നെ കണക്ട് ചെയ്യണം. എനിക്ക് AC-യും STD-യിലും ഉറക്കം വരത്തില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1-2 ബംഗ്ലാവ് കൂടി ഉണ്ട്, അതുകൂടി കാണാം. വേണ്ട വേണ്ട, ഇത് തന്നെ മതി. ഇത് തന്നെ മതി. വേണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഒരു വീട്ടിലേക്ക് മാറുന്നില്ല. എന്തിനാ ഇത്ര വാശി? നമ്മൾ ചോദിച്ചൊന്നും അല്ലല്ലോ. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ഭരണമൊക്കെ മതി. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈ വീട് തന്നെ മതി. അതാ നല്ലത്. ഇതുപോലെ പല ആഗ്രഹങ്ങളും തോന്നും. അതൊക്കെ മുളയിലെ അങ്ങ് നുള്ളിക്കളയുന്നതാണ് നല്ലത്. ഞാനെല്ലാം കേട്ടു. മനസ്സിലേ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കൊട്ടാരം പോലത്തെ ഒരു വീട്, ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം. കാർപ്പറ്റ്, AC, ടെലിവിഷൻ, സ്പ്രിംഗ് കട്ടിൽ. ബാത്റൂമിലോ കുളിക്കാൻ കെട്ടുവെള്ളം പോലൊരു ടബ്. ചൂടുവെള്ളോ പച്ചവെള്ളോ എന്താ വേണ്ടത്?
അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്ത്. എന്തിനധികം പറയുന്നു, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി. ഹലോ, എന്ത് വേണം? എന്ത് വേണം? നോക്കട്ടെ. മണി 11:30. സ്റ്റാഫെല്ലാം എത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി. പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററോടെ ഇതാ. രാധാകൃഷ്ണൻ? ഞാനാ സർ. ശാന്ത? അതാണ് സർ. ചന്ദ്രപ്പൻ? പീറ്റർ? വന്നില്ല സർ. കൃഷ്ണൻകുട്ടി? അതാ. റോസമ്മ, മുഹമ്മദ്, രവീന്ദ്രൻ, ആന്റണി. മൊത്തം 5 പേര് വന്നിട്ടുണ്ട്. ഇതിൽ 9 പേരും പ്രസന്റ് ആണല്ലോ. വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത്? സർ, അതവര് ചായ കുടിക്കാൻ പോയതാ. എവിടെ? ക്യാൻറ്റീനിൽ. എവിടെയാ ക്യാൻറ്റീൻ? അവര് വന്നിട്ടില്ല സർ. നോട്ട് എവറിത്തിങ്. യെസ് സർ. ടേക്ക് സ്റ്റേൺ ആക്ഷൻ. ശരി സർ. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സാർ. അത് നമ്മുടെ പീറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ കീഴിലുള്ള. ഓഹോ. സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ശരി സാർ. സാർ, എടോ കഴുത്തുമുട്ടം, തന്നോട് ഞാൻ പറഞ്ഞതല്ല ആ പീറ്ററിന്റെ കാര്യത്തിന് CM-നെ കാണാൻ പോണ്ടാന്ന്. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പീറ്റർ പാർട്ടി പ്രവർത്തകനാ, അസോസിയേഷന്റെ സെക്രട്ടറി. അയാൾ വന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായില്ലേ? ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. സാർ, ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേണം മോനെ, എനിക്കൊരു മീഡിയം ചായണം. ശരി സാർ. താൻ ആ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ല ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്. എത്ര വിളിച്ച് കിട്ടണ്ടേ? എപ്പോ നോക്കിയാലും എൻഗേജ് ഒടുക്കത്തെ എൻഗേജ് ഇടത്. ഇതാ ഇപ്പോഴും എൻഗേജ്. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ. പടച്ച തമ്പുരാനെ, വെള്ളം കൂടി മാണ്ടേ? ഇക്കണക്കിന് വേഗം പോയി കിട്ടും. KGR-ന്റെ കൂടെ എത്ര MLA-മാരുണ്ട്? 50 ആള് കാണും. പിന്നെ നമ്മളെ കൂടെ ഒരു 15 പേര്. പിന്നെ ഒന്നിലും പെടാത്തൊരു 10-15 പേര് അവിടെ കാണും. റാസ്കൽസ്. ഇവനൊക്കെ ജയിച്ച് കരകയറാൻ ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്തത് ഞാനാ. താനോ? തനിക്ക് എവിടെ നിന്ന്? തന്റെ തറവാട്ട് സ്വത്തോ അതോ അമ്മായി അപ്പന്റെ സ്ത്രീധനോ? ഇതാ ഇവരൊക്കെ തന്നെ താൻ വീതിച്ചു കൊടുത്തു. അതിന് നല്ലൊരു പറ്റി താൻ പറ്റിയില്ലേ? എറിഞ്ഞോളി. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ചിക്കമംഗളൂർ, മൈസൂരൊക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടുത്തെ പൈസറ്റ്? ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. ഓ, ഇപ്പൊ തനിക്കൊന്ന് സൂചിച്ചു KGR-നെ അല്ലേ? സുഖിച്ചിട്ടൊന്നല്ല, നമ്മള് മാത്രമാവുമ്പോഴെങ്കിൽ ഒന്ന് സത്യം പറഞ്ഞൂടെ? പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ. പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ. ഹോം, ധനകാര്യം, ഭക്ഷ്യം, റവന്യൂ, പൊതുഭരണം. കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റി, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, KT ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്,
ആറാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്. കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകൾ? കലാ സാംസ്കാരികവും സ്പോർട്സും. അവന്റെ അമ്മയുടെ നായരെടുക്കുക വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തടുപ്പ് എന്റെ ആശ്രമത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൾ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടു. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട KGR അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ട യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം, ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെക്കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു. ഞാനും ഉണ്ട്. മദ്യനയത്തിൽ വല്ല തീരുമാനം ഉണ്ടായോ? ഇല്ല, ഈ പോക്ക് കണ്ടിട്ട് അതും അനുകൂലമാകുമെന്ന് തോന്നില്ല. കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെ ഒന്നുണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. കൈമൾ സാറേ, ഇനിയും ആലോചിക്കാം, വരട്ടെ, നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല. ചന്ദ്രശേഖരാംബരം നോക്കുകയായിരുന്നു. എന്റെ പ്രേമത്തിന്റെ അന്ത്യത്തെപ്പറ്റി, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകളെ പറ്റി. ഇതാ ശരിയായിട്ടുണ്ട് സാർ. ഹലോ, കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇതാ പോലീസ് സ്റ്റേഷനോ? തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ? അപ്പൊ കണ്ണൂരും അല്ലേ? എന്താടോ ഇത്? STD വിളിച്ചിട്ട് ലോക്കലാണല്ലോ കിട്ടുന്നത്. ഞാനൊന്ന് എക്സെഞ്ചിലോട്ട് വിളിച്ചു ചോദിക്കാം സാർ. ഹലോ, ആ എക്സെഞ്ച് അല്ലേ? എന്തായി? മൃഗാശുപത്രിയാണ് സാർ. തനിക്കും കൂടെ എവിടെ പോയി കിടക്കാൻ പറ്റായിരുന്നു? എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത്? എന്റെ ദൈവമേ, മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ. ആ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാം. ഹലോ 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 ഹലോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് CM-ന്റെ വീട്ടിൽ നിന്നാണ്. അയ്യോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ല, ഇത് CM-ന്റെ വീടാ. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തന്റേത്? കണ്ണൂർ വിളിച്ചാൽ തമ്പാനൂര് കിട്ടും, എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും, ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ ഫോണിൽ കിട്ടും, ആ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ ഫോണിൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ മിണ്ടരുത്. എനിക്ക് 1 മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡിയാക്കി തരണം. ഓ, ആലീസിന്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. ഐസ് പ്ലാന്റ്. സാർ. എടോ, തന്നോട് ഫോൺ. എന്തു വേണം? ഞാൻ IRMCയുടെ ചെയർമാനാണ്, RJ കൈമൾ. അതിന് CM വന്ന് ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ഇന്നോ? അതെ. IM
എന്താ IRMC. ആ IRMCയുടെ ചെയർമാൻ വന്നിരിക്കുന്നു, കൈമൾ സാർ. ഓ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ, ആലീസിന്റെ മനസ്സിൽ കൂടി ഒരു ജോലിയുണ്ട്. ഇൻഡിജിനസ് റിസോഴ്സസ് മൊബിലൈസേഷൻ കോർപ്പറേഷൻ, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം, അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അതെ സർ. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ? സാർ, അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ, 2 PA, സെക്രട്ടറി, 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫ്. അവർക്കൊക്കെ ഒരു ജോലിയില്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ ധൂർത്ത്. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും 1 പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടുണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി. പേടിക്കണ്ട, പിരിച്ചുവിടലൊന്നുമല്ല. റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി. സാർ, സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ്, റിലേറ്റീവ് ആണ്. കൈമൾ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചെന്നിരിക്കും. ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ. കോർപ്പറേഷൻ ഭരിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. നീ അടുക്കള ഭരിച്ചാ മതി, ഏറി വന്നാൽ ഈ ഡൈനിങ് ടേബിൾ വരെ. അതിന് ഞാൻ അതെ, ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഗോപിക്കുട്ടാ, എടോ ഗോപിക്കുട്ടാ, എന്തോ? അയാൾ എന്തിനാ അവിടെ വന്നത്? ആരാ? ആ IRMC ചെയർമാൻ കൈമള്. ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലോ എന്നെ ഓഫീസിൽ വെച്ച് കണ്ടാൽ മതിയെന്ന്. ഇവിടെ ചോദിച്ചിട്ടാ വിട്ടത്. ശരി, താൻ പോയിക്കോ. വത്സലേ, വത്സലേ. ആഹാ, അപ്പോഴത്തേക്കും അവൻ കരഞ്ഞു. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ മുഖവും കണ്ടുകൊണ്ട് പോയാ എന്റെ ഇന്നത്തെ ഒരു ജോലിയും നടക്കില്ല. വാ, വല്ലെന്താ, എനിക്ക് പോകാൻ നേരമായി. മിനിസ്റ്റർ സ്ഥലത്തുണ്ട്. നാളെ കൊല്ലത്തേക്ക് പോകും. ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല. ആ, ഇല്ലേ? ഉണ്ട്. ആ, പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMC ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ RJ കൈമൾ എന്റെ ഒരു അകന്ന ബന്ധു. ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാ തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായികമേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക, ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക, അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA-മാർക്ക് ജോലിയില്ലാതാകും. ആ, ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും
കുത്തക മുതലാളിമാരുടെ നട്ടലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളിമാരും പെടും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു.